നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസ ഹ്യൂസ്റ്റൺ ടെക്സസ് പാർട്ട് 2. ഹ്യൂസ്റ്റണിലെ നാസയിൽ ഒരു വിമാനത്തിന് മുകളിൽ മറ്റൊരു വിമാനം വച്ചിരിക്കുന്നത് എന്തിന് എന്നത് പലരുടെയും സംശയമാണ്. ഇത് വാസ്തവത്തിൽ വിമാനമാണോ? എന്താണ് സ്പേസ് ഷട്ടിൽ? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് മനുഷ്യദൃഷ്ടിക്ക് ഭൂമിയിൽ നിന്നും നേരിട്ട് കാണുവാൻ കഴിയുമോ? ശൂന്യാകാശത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ വേഗത എത്രയാണ്? ബഹിരാകാശ യാത്രികർ 6 മാസം മുതൽ 1 വർഷം വരെ ഇവിടെ താമസിക്കുമ്പോൾ അവരുടെ ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണ്? അവരുടെ ബെഡ്റൂം, സ്പേസ് വാക്ക് ഇതൊക്കെ എങ്ങനെ? എന്നിങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾക്ക് നാസയിലേക്ക് യാത്ര ചെയ്ത് ഞങ്ങൾ നേരിട്ട് ഉത്തരം നൽകുന്നു. വിജ്ഞാനപ്രദമായ ഈ വീഡിയോ കാണുക. ഇൻഡിപെൻഡൻസ് സ്പേസ് ഷട്ടിലിനെ ക്യാരി ചെയ്യുന്ന പ്ലെയിനാണിത്. ബോയിങ് 747. ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണമാണ് 18 വീലുള്ള ബോയിങ് 747 ഡബിൾ ഡെക്കർ വിമാനവും അതിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന സ്പേസ് ഷട്ടിലും. ഏകദേശം 605 യാത്രക്കാരെ വഹിച്ച് തുടർച്ചയായ 16 മണിക്കൂർ നിർത്താതെ യാത്ര ചെയ്യുവാൻ നിർമ്മിച്ച ബോയിങ്ങിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് 2 നിലയുള്ള ഈ വിമാനം. അതായത് ഏകദേശം 15,000 കിലോമീറ്റർ ഒറ്റയടിക്ക് യാത്ര ചെയ്യാനുള്ള ശേഷി ഈ വിമാനത്തിനുണ്ട്. പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ തന്നെ ആദ്യം ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിരുന്നു ഈ കോമ്പിനേഷൻ. ഇത് രണ്ടും കാണുക മാത്രമല്ല, വിമാനത്തിനകത്തും സ്പേസ് ഷട്ടിലും കയറുക എന്ന ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം കൂടി ആയിരുന്നു ഇന്ന്. നാസ വികസിപ്പിച്ചെടുത്ത പുനരുപയോഗിക്കാവുന്ന ഒരു ബഹിരാകാശ പേടകമാണ് സ്പേസ് ഷട്ടിൽ. കണ്ടാൽ വിമാനമെന്ന് തോന്നിക്കുമെങ്കിലും ഇതൊരു വിമാനമല്ല. ഒന്ന് ലാൻഡ് ചെയ്താൽ ഇത് ഭൂമിയിൽ തനിയെ പറക്കുകയുമില്ല. ഇതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കാം. ഒരു സ്പേസ് ഷട്ടിൽ റോക്കറ്റിൻ്റെ സഹായത്തോടെയാണ് ശൂന്യാകാശത്തേക്ക് പോകുന്നത്. 2 സൈഡിലും ഇരിക്കുന്ന ശക്തമായ 2 സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ വെറും 2 മിനിറ്റ് കൊണ്ട് ഷട്ടിലിനെ 1,50,000 അടി ഉയരത്തിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഈ റോക്കറ്റുകൾ രണ്ടും ഷട്ടിലിൽ നിന്ന് തനിയെ വേർപെടുകയും പാരച്യൂട്ടുകൾ വിന്യസിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വീഴുകയും ചെയ്യുന്നു. നാസ ടീം ഇത് കടലിൽ നിന്ന് വീണ്ടെടുത്ത് നവീകരിച്ച് പിന്നീട് അടുത്ത ദൗത്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഏറ്റവും അടിയിലുള്ള ഓറഞ്ച് ഫ്യൂൽ ടാങ്കും പിറകിലുള്ള 3 എഞ്ചിനുകളും ദൗത്യം ഏറ്റെടുക്കുകയും വെറും 6 മിനിറ്റ് കൊണ്ട് സ്പേസ് ഷട്ടിലിനെ ശൂന്യാകാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇന്ധനം തീർന്ന ശേഷം ഈ ഓറഞ്ച് ടാങ്ക് ശൂന്യാകാശത്തിൽ വീഴുന്നു. പിന്നീടുള്ള പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ചെറിയ 2 എഞ്ചിനുകളാണ്. തിരിച്ച് ഭൂമിയിലെത്തി ലാൻഡ് ചെയ്തതിനു ശേഷം ഭൂമിയിൽ പറക്കാനാവില്ല. അതിനാൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് ബോയിങ് 747 ഡബിൾ ഡെക്കർ വിമാനം ഉപയോഗിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ ശൂന്യാകാശത്തിൽ ഒരു ഫുട്ബോൾ ഫീൽഡിൻ്റെ വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പണിതുയർത്തതിൽ സ്പേസ് ഷട്ടിലിൻ്റെ പങ്ക് വളരെയാണ്. സ്പേസ് ഷട്ടിലുകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിൽ മാത്രമല്ല, അതിനകത്ത് യാത്രക്കാരെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും വീണ്ടെടുക്കുകയും നിരവധി ടൺ ചരക്കുകൾ ബഹിരാകാശത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ശൂന്യാകാശ ദൗത്യത്തിനായി ഉപയോഗിച്ച ഡിസ്കവറി സ്പേസ് ഷട്ടിൽ ഏകദേശം 6000 തവണ ഭൂമിയെ വലം വയ്ക്കുകയും മണിക്കൂറിൽ 21,000 കിലോമീറ്റർ സ്പീഡിൽ 24 കോടി കിലോമീറ്റർ ശൂന്യാകാശത്തിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തു. കൊളംബിയയിൽ തുടങ്ങി ചലഞ്ചർ, ഡിസ്കവറി, അറ്റ്ലാന്റിസ്, എൻഡവർ എന്നീ പേടകങ്ങൾ ശൂന്യാകാശ ദൗത്യത്തിനായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും 2 നനച്ചിരിക്കാത്ത ആകാശ ദുരന്തങ്ങൾ നാസയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ശൂന്യാകാശത്തു നിന്നും ഭൂമിയിലേക്കുള്ള റീ എൻട്രിയിൽ അതിഭയങ്കരമായ ചൂടാണ്. ആ ചൂടിൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ശക്തിയുള്ള ടൈൽസ് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. 1986 നാസയുടെ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ ടേക്ക് ഓഫ് ചെയ്ത് 73 സെക്കൻഡുകൾക്കുള്ളിൽ പൊട്ടിത്തെറിക്കുകയും ഷട്ടിലുണ്ടായിരുന്ന 7 ജീവനക്കാരും മരണപ്പെടുകയും ചെയ്തു. 2003 കൊളംബിയ സ്പേസ് ഷട്ടിലിൻ്റെ മടങ്ങിയ വരവിൽ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ ഇറങ്ങാനുള്ള വഴിയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ടെക്സസിലെ ഡാളസിനും ലൂസിയാന സ്റ്റേറ്റിനും മുകളിൽ ലാൻഡിങ്ങിന് 16 മിനിറ്റ് മുമ്പ് പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ ഇന്ത്യക്കാരിയായിരുന്ന കൽപ്പന ചൗള ഉൾപ്പെടെ ഷട്ടിലുണ്ടായിരുന്ന 7 ജീവനക്കാരും മരണപ്പെട്ടു. നാസ ഒടുവിൽ ഇതിൻ്റെ 84,000 ചിന്നിച്ചിതറിയ ഭാഗങ്ങൾ വീണ്ടെടുത്തു. ഇത് കൊളംബിയയുടെ ഏകദേശം 40% മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി 60% ചാമ്പലായിപ്പോയി. ഇൻഡിപെൻഡൻസ് സ്പേസ് ഷട്ടിലിൻ്റെ ഫ്ലൈറ്റ് ഡെക്കാണിത്.
ഇന്ന് ലോകത്ത് പൊതുജനങ്ങൾക്ക് ഉള്ളിൽ കയറുവാൻ കഴിയുന്ന ഒരേയൊരു സ്പേസ് ഷട്ടിൽ ഇൻഡിപെൻഡൻസ് മാത്രമാണ്. ഇതിൻ്റെ കോക്പിറ്റ്, പേലോഡ് ബേ അതായത് ഉപഗ്രഹങ്ങൾ വയ്ക്കുന്ന കാർഗോ ഏരിയ, കാനഡ നിർമ്മിച്ച ആം അല്ലെങ്കിൽ കൈ, ഇതെല്ലാം നേരിൽ കണ്ടത് മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ഉപഗ്രഹങ്ങളെ ശൂന്യാകാശത്ത് എത്തിച്ച ശേഷം ആം അല്ലെങ്കിൽ കൈ കൊണ്ടാണ് കാർഗോ ബേയിൽ നിന്നും എടുത്ത് പുറത്തു വയ്ക്കുന്നത്. ബോയിങ്ങിൻ്റെ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണിത്. ഇതുവഴിയാണ് അപ്സ്റ്റേഴ്സിലേക്ക് പോകുന്നത്. ബോയിങ് 747 ജംബോജെറ്റ് വിമാനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ടൂർ ഞങ്ങളെ ശരിക്കും അതിശയിപ്പിച്ചു. ഒന്നാമത്തെ നിലയിൽ സന്ദർശകർക്ക് നടന്നു കാണുവാനുള്ള അവസരമുണ്ട്. മുകളിലത്തെ നില പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇത്ര ഭീമാകാരമായ ഒരു വിമാനത്തിൻ്റെ അടിയിൽ കൂടി നടക്കുന്നതും ആദ്യത്തെ അനുഭവമായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മോഡൽ ഇവിടെ വച്ചിരിക്കുന്നത് വളരെ അറിവ് പകരുന്നതാണ്. ശൂന്യാകാശത്ത് ഒരു കെട്ടിടം പണിയുക എന്നത് മനുഷ്യൻ്റെ എക്കാലത്തെയും ഒരു സ്വപ്നമായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഒരു ബഹുരാഷ്ട്ര നിർമ്മാണ പദ്ധതിയാണ്. 1998-നും 2011-നും ഇടയിലാണ് ഇതിൻ്റെ പ്രധാന നിർമ്മാണം പൂർത്തിയായത്. എന്നിരുന്നാലും പുതിയ ദൗത്യങ്ങളും പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തുന്നതിനായി സ്റ്റേഷൻ നിരന്തരം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് ഭൂമിക്ക് ചുറ്റും മണിക്കൂറിൽ 28,000 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. അതായത് ഒരു ദിവസം ബഹിരാകാശ നിലയം ഭൂമിയെ 16 പ്രാവശ്യം വലം വയ്ക്കുന്നു. ഇതിൽ 7 താമസക്കാരുണ്ട്. ഇവർ ഒരു ദിവസം 16 സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എപ്പോഴും ആഹാരം എത്തിക്കുവാൻ കഴിയാത്തതിനാൽ വളരെ നാളുകൾ കേടുകൂടാതെ ഇരിക്കുന്ന തരത്തിലാണ് ആഹാരം ക്രമീകരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുമുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഇവർക്ക് വേണ്ടിയുള്ള ആഹാരം തയ്യാർ ചെയ്തത്. ഇവർ കഴിക്കുന്ന ആഹാരങ്ങളുടെ കൂട്ടത്തിൽ പാക്കറ്റിലാക്കുന്ന ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ, ചീസ് ഇവയൊക്കെ ഉൾപ്പെടുന്നു. ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കൗതുകത്തോടെയാണ് ഞങ്ങൾ കണ്ടത്. ഇതെല്ലാം കാണുവാനും ഫോട്ടോ എടുക്കുവാനും സന്ദർശകരുടെ വലിയൊരു തിരക്കാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞത്. ഇത് ആസ്ട്രോനോട്ട്സിൻ്റെ ബെഡ്റൂമാണ്. ഇതിനകത്താണ് അവർ ഉറങ്ങുന്നത്. And one of my favorite features of the building is coming up on the right side. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്ന നാസയുടെ ഭാഗമായ കെട്ടിടം ടൂർ ഗൈഡ് പ്രത്യേകം എടുത്തു കാണിച്ചത് എല്ലാവരും അതിശയത്തോടെയാണ് കണ്ടത്. 100 കണക്കിന് ജീവനക്കാർ 24 മണിക്കൂറും ജോലി ചെയ്യുന്നൊരു സ്ഥലമാണിത്. 400 കിലോമീറ്റർ മുകളിൽ കൂടി ഭൂമിയെ ചുറ്റുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുമോ? കഴിയും എന്നുള്ളതാണ് സത്യം. ഫോണിൽ ISS സ്പോട്ടർ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലൊക്കേഷൻ സേവ് ചെയ്താൽ ഇത് നമ്മുടെ മുകളിൽ കൂടി പോകുമ്പോൾ നമുക്ക് സന്ദേശം വരികയും ആകാശത്തിലൂടെ ഒരു മിന്നായം പോകുന്ന പോലെ കാണുവാനും കഴിയും. നാസ വിക്ഷേപിച്ചിട്ടുള്ള ടെലസ്കോപ്പുകളിൽ ഏറ്റവും ശക്തിയേറിയത് ഏതാണ്? 1990-ൽ വിക്ഷേപിച്ച ഹബിൾ ടെലസ്കോപ്പ് സാങ്കേതികവിദ്യയുടെ ഒരു വമ്പൻ കുതിച്ചുചാട്ടമായിരുന്നു. ഒരു ജംബോജെറ്റ് വിമാനം ഏകദേശം 12 കിലോമീറ്റർ ഉയരത്തിലാണ് പറക്കുന്നത്. പക്ഷേ ഭൂതലത്തിൽ നിന്നും ഏകദേശം 515 കിലോമീറ്റർ ഉയരത്തിൽ വിക്ഷേപിച്ച ഈ ദൂരദർശിനിയെ ലോകം അത്ഭുതത്തോടെയാണ് കണ്ടത്. എന്നാൽ 2021 ഡിസംബർ 25-ന് വിക്ഷേപിച്ച ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയാണ് ഏറ്റവും ശക്തിയേറിയ ദൂരദർശിനി. ഇത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയങ്കരവും സങ്കീർണവുമാണ്. ഇത് ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലല്ല, യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് 1.5 മില്യൺ കിലോമീറ്റർ അകലെയുള്ള അഫ്യൂക്കസ് നക്ഷത്ര സമൂഹത്തിലേക്കാണ് നാസ പായിച്ചുവിട്ടിരിക്കുന്നത്. അവിടെ നിന്നും റേഡിയോ തരംഗങ്ങൾ വഴി പുതിയ ഗാലക്സികളുടെയും നക്ഷത്രങ്ങളുടെയും ഫോട്ടോകൾ നാസയിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഓരോ ഡിറ്റക്ടറിനും ഏകദേശം 4 ദശലക്ഷം പിക്സലുകളുണ്ട്. അതായത് ഏകദേശം 600 കിലോമീറ്റർ അകലെ വച്ചിരിക്കുന്ന ഒരു ഫുട്ബോളിനെ ഫോക്കസ് ചെയ്ത് അതിലെഴുതിയിരിക്കുന്നത് വ്യക്തമായി വായിക്കുവാൻ സാധിക്കും. നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൽ 2 ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി 717 ഗാലക്സികൾ ഇതുവരെ കണ്ടെത്തി. വ്യക്തമായ ഒരു രാത്രിയിൽ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ ഏകദേശം 6000 നക്ഷത്രങ്ങൾ കാണാനാകും.
പക്ഷേ നമ്മുടെ നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൽ ഏകദേശം 200 ബില്യൺ ട്രില്യൺ നക്ഷത്രങ്ങളുണ്ട്. ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന ഈ 200 ബില്യൺ ട്രില്യൺ നക്ഷത്രങ്ങളിൽ കൂടുതലും നമ്മുടെ സൂര്യനേക്കാൾ 100 മടങ്ങ് വ്യാസമുള്ളതാണെന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചം ആർക്ക് മനസ്സിലാക്കുവാൻ കഴിയും? നാസയുടെ അടുത്ത മിഷൻ 2025 ഒരു പ്രാവശ്യം കൂടെ മൂണിൽ പോകാനാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പ ക്ലിപ്പർ, ആർട്ടമിസ്, വൈപ്പർ അങ്ങനെ അനേകം പുതിയ ദൗത്യങ്ങളുമായി നാസ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവസരമുണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വീഡിയോ ഉപസംഹരിക്കുന്നു.